Hi everyone, this is Binu and you are watching me on BMC English. As I promised you in the previous video, I'm going to teach you how to make questions in present continuous. Before that, let me just express my sincere gratitude for your loving support and encouragement. And I thank you so much for watching BMC English. Let's begin. ഇന്നത്തെ ഈ ലോകം അറിവിൻ്റെ ലോകമാണ്. വിജ്ഞാന വിസ്മയങ്ങളുടെ ലോകം. ഇന്നത്തെ ഈ ലോകത്ത് മുന്നേറാനും വിജയിക്കാനും സമൂഹത്തിൻ്റെ ഭാഗമാവാനും നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യമാണ്. ഈ ഭാഷ പഠിച്ചെടുക്കുമ്പോൾ തുടക്കത്തിൽ ചില പ്രയാസങ്ങളൊക്കെ നാം നേരിടേണ്ടതായിട്ടും ഉണ്ട്. പഞ്ചസാര കരിമ്പിലുണ്ട്, എന്നാൽ വെറുതെ ചോദിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് പഞ്ചസാര കിട്ടില്ല. കരിമ്പ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതൊരു പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ് നമുക്ക് പഞ്ചസാര കിട്ടുന്നത്. മനോഹരമായ ആഭരണം നാം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? സ്വർണം തീയിലുരുക്കി ആണ് അത് ഉണ്ടാക്കുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യവും ചില പ്രയാസങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ചില എഫേർട്ടുകളിലൂടെയാണ് നാം നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നത്. എനിവേ, today let's learn how to make questions in present continuous. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാനും ഇവിടുത്തെ ഓക്സിലറി ഫോം എന്താണ്? ആം, ഈസ്, ആർ പ്ലസ് ING. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയായിരുന്നു ഈ ആം, ഈസ്, ആർ ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചിരുന്നു. ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറയ്ക്കാൻ വേണ്ടി ഒന്നുകൂടെ നമുക്ക് പറയാം. I am, you are, they are, we are, he is, she is, it is, Ravi is. ഇങ്ങനെയാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്നൊന്ന് നോക്കാം. Let me write here one sentence. They are watching TV. Look at this example. They are watching TV എന്ന് പറയുമ്പോൾ അവർ TV കാണുകയാണ് എന്ന് ഞാൻ പറയുകയാണ്, അല്ലേ? ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അവർ TV കാണുകയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അതൊരു ചോദ്യമാകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഓക്സിലറി ഫോം വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് നോക്കാം. ദേ ആർ വാച്ചിങ് TV. ഇങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഓക്സിലറി ഫോം നോക്കാം. ആ ഓക്സിലറി ഫോം എന്താണ്? ഇവിടെ ആർ എന്നതാണ്. അതിനെ ആദ്യം കൊണ്ടുവരിക, ആർ. പിന്നെ ഇതിലുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. ആർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിലറി ഫോം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വെക്കേണ്ടത് എന്താണ്? സബ്ജക്റ്റാണ്. ഇതിലെന്താണ് സബ്ജക്റ്റ്? ദേ. അപ്പോൾ നോക്കിയേ, ആർ ദേ വാച്ചിങ് TV. അവർ TV കാണുകയാണോ? ഇല്ലേ? ഇപ്പോൾ അതൊരു ചോദ്യമായി. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് എന്ത് പറയാം? നമുക്ക് യെസ് ഓർ നോ പറയാം, അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഓക്സിലറി ഫോം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴെന്താണ് ആൻസർ? യെസ് ഓർ നോ പറയാനാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? യെസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ് ദേ ആർ. ഓക്കെ. അടുത്തത് നോ ആണെങ്കിലോ? നോ ദേ ആറിൻറ്റ്. ഓക്കെ. ഇങ്ങനെ രണ്ട് ഫോമാറ്റിൽ നമുക്ക് ഉത്തരങ്ങളും പറയാം. അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവ് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് ചോദ്യങ്ങളും ഉണ്ടാക്കാം. ഇതിന് രണ്ട് രീതിയിൽ ഉത്തരം പറയാം, യെസ് ഓർ നോ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇതങ്ങ് ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ്. ഓക്കെ, ലെറ്റ് മീ ഗിവ് യു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഈസ് ഹീ പ്ലേയിങ് ചെസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈസ് ഹീ പ്ലേയിങ് ചെസ്? അവൻ ചെസ് കളിക്കുകയാണോ എന്നാണ്, അല്ലേ? അപ്പോൾ ആൻസർ എന്ത് പറയാം? യെസ് ഹീ ഈസ് പ്ലേയിങ് ചെസ്. നോ ആണെങ്കിലോ? നോ ഹീ ഈസ്ൻറ്റ് പ്ലേയിങ് ചെസ്. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ഹിയർ ആൻസർ. യെസ് ഹീ ഈസ് പ്ലേയിങ് ചെസ്. Okay, let me give you another example. Is Ravi sleeping? Is Ravi sleeping? രവി ഉറങ്ങുകയാണോ?
യെസ് രവി ഈസ് സ്ലീപ്പിംഗ്. നോക്കാം. യെസ് രവി ഈസ് സ്ലീപ്പിംഗ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, പുറത്ത് മഴ പെയ്യുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ് അല്ലേ? അപ്പോൾ അത് തന്നെ എഴുതാം നമുക്ക്. ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ പെയ്യുകയാണോ? അപ്പോൾ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? യെസ് ഇറ്റ് ഈസ് അല്ലേ? യെസ് ഇറ്റ് ഈസ് റെയിനിങ്. യെസ് ഇറ്റ് ഈസ് റെയിനിങ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, ആർ ദേ റീഡിങ് ന്യൂസ് പേപ്പർ? എന്താ അതിൻ്റെ അർത്ഥം? ലെറ്റ് മീ റൈറ്റ് ഹിയർ. ആർ ദേ റീഡിങ് ന്യൂസ് പേപ്പർ? ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞേ. ആർ ദേ റീഡിങ് ന്യൂസ് പേപ്പർ എന്തായിരിക്കും? യെസ് ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? യെസ് ദേ ആർ റീഡിങ് ന്യൂസ് പേപ്പർ. വെരി ഗുഡ്. യെസ് ദേ ആർ റീഡിങ് ന്യൂസ് പേപ്പർ. ഇനി നിങ്ങളുടെ അമ്മ പാചകം ചെയ്യുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് യുവർ മദർ കുക്കിംഗ്? വെരി ഈസി അല്ലേ? നോക്കിക്കേ, ഒന്ന് എഴുതിക്കേ. ഈസ് യുവർ മദർ കുക്കിംഗ്? അമ്മ പാചകം ചെയ്യുകയാണോ? യെസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? യെസ് ഷീ ഓർ മൈ മദർ ഈസ്. യെസ് മൈ മദർ ഈസ് കുക്കിംഗ്. യെസ് മൈ മദർ ഈസ് കുക്കിംഗ് അല്ലേ? കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആർ ദേ റണ്ണിങ്? യെസ് ദേ ആർ റണ്ണിങ്. ആർ യു ഗോയിങ് ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണോ? യെസ് ഐ എം ഗോയിങ് ടു സ്കൂൾ. ആർ ദേ വാഷിംഗ് ക്ലോത്ത്സ്? യെസ് ദേ ആർ വാഷിംഗ് ക്ലോത്ത്സ്. ഈസ് ഹീ ഡ്രൈവിംഗ്? അവൻ ഡ്രൈവ് ചെയ്യുകയാണോ അല്ലേ? യെസ് ഹീ ഈസ് ഡ്രൈവിംഗ്. ഈസ് ഇറ്റ് വർക്കിംഗ്? അത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അല്ലേ? യെസ് ഇറ്റ് ഈസ് വർക്കിംഗ്. ഈസ് രാജു റണ്ണിങ് ഇൻ ദ ഗ്രൗണ്ട്? രാജു ഗ്രൗണ്ടിൽ ഓടുകയാണോ? യെസ് രാജു ഈസ് റണ്ണിങ് ഇൻ ദ ഗ്രൗണ്ട്. ആർ ദേ സിംഗിങ്? അവർ പാട്ട് പാടുകയാണോ? യെസ് ദേ ആർ സിംഗിങ്. ആർ ദേ ഡൂയിങ് ഹോംവർക്ക്? അവർ ഹോംവർക്ക് ചെയ്യുകയാണോ? യെസ് ദേ ആർ ഡൂയിങ് ഹോംവർക്ക്. ഇപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സെയിം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. ആറിൻ്റെ ഈസിൻ്റെ ഒക്കെ നെഗറ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? എന്താണത്? ആം അല്ലേ? ആം നോട്ട് പഠിച്ചത് ഓർക്കുന്നില്ലേ? ആം നോട്ട്. അതിൻ്റെ ഈസിൻ്റെ നെഗറ്റീവ് എന്താണ്? ഈസിൻറ്റ് അല്ലേ? ഈസിൻറ്റ്. ദെൻ ആറിൻ്റേത് എന്താണ്? ആറിഞ്ച്. ഇങ്ങനെ പഠിച്ചത് ഓർക്കുന്നില്ലേ? ഇനി ഇവ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നോക്കാം. ദ ഫസ്റ്റ് വൺ, ആറിൻ്റ് ദേ ഗോയിങ് ടു സ്കൂൾ? എന്താ അതിൻ്റെ അർത്ഥം? ആറിൻ്റ് ദേ ഗോയിങ് ടു സ്കൂൾ. നമ്മൾ നേരത്തെ പഠിച്ചത് ആർ ദേ ഗോയിങ് ടു സ്കൂൾ എന്നാണ് അല്ലേ? ആർ ദേ ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ സ്കൂളിൽ പോവുകയാണോ എന്നാണ്. ആറിൻ്റ് ദേ ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുകയാണല്ലോ, അവർ സ്കൂളിൽ പോവുകയല്ലേ. അപ്പോൾ ഇതിനും നമുക്ക് എന്ത് പറയാം? യെസ് ഓർ നോ ഉത്തരം പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് നോ വെക്കാം. നോ ദേ ആറിൻ്റ് ഗോയിങ് ടു സ്കൂൾ. അവർ സ്കൂളിൽ പോവുകയല്ല. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ഈസിൻറ്റ് ഷീ ക്ലീനിങ് ദ റൂം? ഈസിൻറ്റ് ഷീ ക്ലീനിങ് ദ റൂം?
എന്താ അതിൻ്റെ അർത്ഥം? അവൾ റൂം ക്ലീൻ ചെയ്യുകയല്ലേ. നേരത്തെ ക്ലീൻ ചെയ്യുകയാണോ എന്ന് ചോദിച്ചത് ഇവിടെ നെഗറ്റീവ് ഫോം വരുമ്പോൾ അല്ലേ എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പം ആൻസർ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നോ ഷീ ഈസിൻറ്റ് ക്ലീനിങ് ദ റൂം. ഷീ ഈസിൻറ്റ് ക്ലീനിങ് ദ റൂം. ഷീ ഈസിൻറ്റ് ക്ലീനിങ് ദ റൂം. ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാക്കി പഠിക്കൂ. ഓക്കെ, ഒരിക്കൽ കൂടെ പറയുന്നു, ഇതിനും നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവായിട്ടുള്ള ആൻസറും കൊടുക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് എന്തായിരുന്നു? ഇതിൽ എങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം, എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നതാണ്. ആ ഭാഗം അല്ലെങ്കിൽ ആ ഭാഗം പഠിക്കാത്ത ആളുകൾ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. I hope that this video is very helpful for you, and I once again thank you very much for watching BMC English. If you like this video, please do not forget to like, share and subscribe. Thank you.